കസ്റ്റമർ സൈക്കോളജി ഉപയോഗിച്ചുകൊണ്ട് കസ്റ്റമർ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാനുള്ള 4 ട്രിക്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഒന്ന്, ലിമിറ്റഡ് സ്റ്റോക്ക്. ഒരു പ്രൊഡക്റ്റിന് ഒരു പീസ് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ, അല്ലെങ്കിൽ 2 പീസ് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ എന്ന് പറയുന്ന സമയത്ത് ആ പ്രൊഡക്റ്റ് പെട്ടെന്ന് ഷോപ്പ് ചെയ്യാൻ കസ്റ്റമർ ഫോഴ്സ് ചെയ്യപ്പെടും. രണ്ടാമതായിക്കൊണ്ട് സോഷ്യൽ പ്രൂഫിങ്, അതായത് 24 മണിക്കൂറിനുള്ളിൽ 25 ആളുകൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചു, അല്ലെങ്കിൽ 100 ആളുകൾ ഈ പ്രൊഡക്റ്റ് കാർഡിലേക്ക് ആഡ് ചെയ്തു എന്നൊക്കെ പറയുന്ന സമയത്ത് കൂടുതൽ ആളുകൾ ഈ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളൊരു ഫീൽ കസ്റ്റമർക്ക് ഉണ്ടാവും. അത് കസ്റ്റമർക്ക് ഈ പ്രൊഡക്റ്റിലുള്ള ഒരു കോൺഫിഡൻസ് കൂട്ടും. മൂന്നാമതായിക്കൊണ്ട് ആങ്കറിംഗ് എഫക്റ്റ്, അതായത് 199 രൂപ വിലയുള്ള ഒരു സാധനം ഇപ്പൊ 99 രൂപ മാത്രമേ വിലയുള്ളൂ എന്ന് പറയുന്ന സമയത്ത് കസ്റ്റമർക്ക് ഈ പ്രൊഡക്റ്റിന്റെ വാല്യൂ പേ ചെയ്യുന്ന പ്രൈസിനേക്കാൾ കൂടുതലാണെന്നുള്ള ഫീലിംഗ് ഉണ്ടായിരിക്കും. നാലാമതായിക്കൊണ്ട് കോംബോ ഓഫർ. നമ്മൾ എപ്പോഴും പ്രൊഡക്റ്റിന് ഓഫർ സെറ്റ് ചെയ്യുന്ന സമയത്ത് പ്രൈസ് ഡിസ്കൗണ്ട് കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ കോംബോ ഓഫർ കൊടുക്കുന്ന. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓഫർ കഴിഞ്ഞിട്ട് ബാക്ക് ടു നോർമൽ പ്രൈസിലേക്ക് വരുന്ന സമയത്ത് കസ്റ്റമർക്ക് ഒരു ഫീൽ ഉണ്ടാവും, അന്ന് 99 രൂപയ്ക്ക് കിട്ടിയ സാധനമാണല്ലോ അപ്പോൾ 199 രൂപയ്ക്ക് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ആ ഒരു ഫീലിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ കോംബോ ഓഫേഴ്സ്, ബൈ 1 get 1 ഫ്രീ, അതല്ലെങ്കിൽ കോംബോ സെറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ട് ഓഫർ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. ഇതെല്ലാം നമ്മൾ കസ്റ്റമർ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാനുള്ള സൈക്കോളജിക്കൽ ട്രിക്സ് ആണ്. പക്ഷേ ഇത് നമ്മൾ ഒരിക്കലും കസ്റ്റമറെ ചീറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യരുത്, ജെന്യൂനായ രീതിയിൽ വേണം യൂസ് ചെയ്യുക. കസ്റ്റമറെ മൈൻഡിലേക്ക് നമ്മൾ കസ്റ്റമറെ ചീറ്റ് ചെയ്തു എന്നൊരു ഫീൽ കയറി കഴിഞ്ഞാൽ അത് പിന്നെ മാറ്റിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്.